മുബഷിർ, വീണ്ടും പോലീസും പ്രതിഷേധക്കാരും നേർക്കുനേർ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണോ ജന്തർ മന്ദറിൽ? ഒരു സംഘർഷ സാഹചര്യം തന്നെയാണ് ജന്തർ മന്ദറിൽ ഉടലെടുത്തിരിക്കുന്നത്. നിരവധി പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഇപ്പുറത്തെത്തിയിരിക്കുന്നു. പോലീസ് അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഈ പ്രതിഷേധത്തിന്റെ സംഘാടകർ തന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയ BJPയുടെ പ്രവർത്തകർ യുവാക്കളെയൊക്കെ തന്നെ ഒരു ഭാഗത്തെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി പോലീസ് സന്നാഹം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരമൊരു സാഹചര്യത്തിലായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നും പ്രകോപനമായിട്ടുള്ള സമീപനം ഉണ്ടാകുന്നതും പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സമാനമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നിരവധി പ്രവർത്തകരാണ് ജന്തർ മന്ദറിൽ നേരത്തെ സജ്ജമാക്കിയിട്ടുള്ള ആ ബാരിക്കേഡും മറികടന്നുകൊണ്ട് ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത്. മുദ്രാവാക്യം ഈ കേന്ദ്ര സർക്കാരിനെതിരെ അവർ മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വലിയ പ്രതിഷേധ സമരം ഇപ്പോഴും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളികളായിട്ടുള്ള നിരവധി ആളുകൾ ഉൾപ്പെടെ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ കേരളത്തിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി. പത്തനംതിട്ടയിൽ എവിടെയാ? എൻ്റെ വീട് പത്തനംതിട്ട പന്തളം. ഞാൻ കത്തോലിക്കൽ കോളേജ് വിദ്യാർത്ഥി, 18 വയസ്സ്, ബികോം. ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കേരളത്തിൽ വന്നാണോ? തനിച്ചാണോ? അതെ, ഇന്ന് രാവിലെ ഫ്ലൈറ്റിന് വന്നായിരുന്നു ഇവിടെ. എവിടെ പഠിക്കുന്നത്? എത്രല്ല പഠിക്കുന്ന മോൻ? ഞാൻ ബികോം ഫസ്റ്റ് ഇയർ. എന്താണ് ഈ പ്രതിഷേധത്തിൽ അണിചേരാൻ കാരണം? എന്താ? ഈ കൺട്രീസിലെ കറപ്റ്റഡ് കാര്യത്തിലെങ്കിൽ കേരളത്തിൽ നിന്ന് കുറവാണ് ആൾക്കാർ. ഇവിടെങ്കിലും ആൾക്കാർ ഉള്ളതുകൊണ്ട് ഇവിടെ വന്നത്. കേരളത്തിലെ ആൾക്കാർ കുറവാണ്. നമ്മുടെ കേരളത്തിലെ യൂത്താണ്. അവിടുത്തെ യൂത്തിനെ നമുക്ക് കൊണ്ടുവരണം. ഇതേപോലെ ഇങ്ങനെ ഈ ഗവൺമെന്റിനെതിരെ സംസാരിക്കാനുള്ള യൂത്തിനെ കൊണ്ടുവരണം, ഉണരണം. അതാണ് കേരളത്തിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്ന കാഴ്ച. കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലും നിരവധി ആളുകൾ നമ്മൾ ഈ ഭാഗത്ത് കണ്ടിരുന്നു. ഇപ്പോൾ ഈ പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. Currently what's happening here? Why you guys are moving them from here? Actually, I don't know. അത്തരത്തിൽ പോലീസിന്റെ ഈ ഭാഗത്തേക്ക് കടന്നു വരാനുള്ള പ്രവർത്തകരെ ഒരു ഭാഗത്തേക്ക് അനുനയിപ്പിച്ച് മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ഒരു ഭാഗത്ത് തമ്പടിച്ച് നിൽക്കുന്നു. ഒരു പക്ഷേ പ്രവർത്തകർ വീണ്ടും ഇങ്ങോട്ടേക്ക് ഇരച്ചെത്തിയാൽ അത് സംഘർഷമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് പ്രവർത്തകരെ ഇങ്ങനെ അനുനയിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും രാജി അത് മാത്രമാണ് ഇതിന് പരിഹാരം എന്നുള്ളത് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാത്ത പക്ഷം ഈ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും നിരവധി ആളുകൾ, വിദ്യാർത്ഥികളും കർഷകരും സ്ത്രീകളും തൊഴിൽ രഹിതരുമായിട്ടുള്ള നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്ന കാഴ്ച തന്നെയാണിത്. കേവലം വിദ്യാർത്ഥികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, മറിച്ച് രാജ്യത്തെ കർഷകരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുണ്ട്. അതിലൊന്നും തന്നെ ഇക്കഴിഞ്ഞ 12 വർഷമായി ഒരു തരത്തിലുള്ള ഇടപെടലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അതിനെതിരെയാണ് ഈ പ്രതിഷേധം എന്നുള്ളത് ഇവിടെ ഒരുമിച്ച് കൂടിയുള്ള മനുഷ്യർ ഒരുമിച്ച് വിളിച്ചു പറയുകയാണ്, മുദ്രാവാക്യം വിളിച്ചു പറയുകയാണ്. അതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ പോലീസും പ്രവർത്തകരും നേർക്കുനേർ വന്നിരിക്കുന്നത്. ഒരു തരത്തിൽ ഇപ്പോൾ ഈ പ്രവർത്തകരെ ഈ ബാരിക്കേഡിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ ഇതിന്റെ സംഘാടകർക്ക് സാധിച്ചിട്ടുണ്ട്. വീണ്ടും പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് ഈ ബാരിക്കേഡിന് മറുവശത്തേക്ക് കടന്നാൽ അത് സംഘർഷമുണ്ടാകാനുള്ള സാധ്യതയാവും. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടതുപോലെ വലിയ പ്രതിഷേധ സമരമായിട്ട് पुलिस को आगे करता है, हमें डरता है. पुलिस को आगे करता है. मोदी जब डरता है. एजुकेशन मिनिस्टर का रजिस्टर है, उसका फांसी हो जाए, फांसी. इतने बच्चे मर गए, एक और मर जाए, क्या फायदा? क्या कर, किसका जाएगा? किसी का नहीं जाएगा. एक और आदमी मरे. അതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി. അത് സംഭവിക്കുന്നതുവരെ പ്രതിഷേധ സമരം തുടരുമെന്ന് തന്നെയാണ് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാധവ്, ഇപ്പോഴും ഇവിടെ സംഗമിച്ചതുകൊണ്ട് അവർ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ്. പോലീസിനെതിരെയാണ് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ JP നദ്ദയെ പോലെയുള്ള കേന്ദ്രമന്ത്രിമാർ തന്നെ ഇവരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷേ അവർ പറയുന്ന അവരുടെ വസതിയിലേക്ക് ചർച്ചയ്ക്ക് വരാൻ സൗകര്യമില്ല എന്നുള്ളതാണ് സൗരഭ് ദാസിനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. മറിച്ച് ആർക്കും ഈ സമരവേദിയിലേക്ക് കടന്നു വരാം. രാഹുൽ ഗാന്ധിയെ പോലെ, CPM-ന്റെ നേതാക്കളെ പോലെ, ഈ BSPയുടെ നേതാക്കൾ ഉൾപ്പെടെ ഈ സമരവേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതുപോലെ കേന്ദ്രമന്ത്രിമാർക്കും കടന്നു വരാം. കാര്യങ്ങൾ ഇവിടെ വെച്ച് ചർച്ച ചെയ്യാം. ചർച്ചയിൽ ഏക പരിഹാരം അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി മാത്രമാണ്. രാജ്യം ഇത്രയധികം വിദ്യാഭ്യാസ മേഖലയിൽ അരക്ഷിതാവസ്ഥ അനുഭവിക്കാൻ കാരണം, ഇത്രയധികം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യാൻ കാരണം, വിദ്യാഭ്യാസ മേഖല ഇതുപോലെ തകർന്നു തരിപ്പണമാകാൻ കാരണം ഈ വിദ്യാഭ്യാസ മന്ത്രിയും കേന്ദ്ര സർക്കാരും
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവരുടെ രാജ്യമാത്രമാണ് ഇതിന് പരിഹാരം എന്നുള്ള വലിയ ആവശ്യത്തിലേക്ക് തന്നെയാണ് പ്രവർത്തകർ കടക്കുന്നത്. ഒരു തരത്തിലും പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല. കൂട്ടം കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. വീണ്ടും വീണ്ടും സംഘടിച്ച് ഒരു മേഖലയിലേക്ക് എത്തുന്നു. ഇവരെ തല്ലിച്ചതച്ചുകൊണ്ട് പിരിച്ചുവിടാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ പോലീസ് നടത്തിയിരുന്നെങ്കിലും ഓരോ ദിവസം കഴിയുന്നോറും ഈ CJPയുടെ പ്രതിഷേധം അത് രാജ്യതലസ്ഥാനത്തെ ആളിക്കത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് മാധു നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്. ശരി, മുബഷിർ പി അക്ബറാണ് ജന്തർ മന്ദിറിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.